സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല. പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം. ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം. അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം, ഇടയ്ക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും. പട്ടിക്കാട് സമ്മേളനം നമുക്കല്ല, അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി, മുഖ്യപ്രസംഗം ലീഗിന്റെ MP. പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി? അത് സ്വാഗതവും നന്ദിയും പറയലാണ്. അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മൾ എത്തിപ്പെടൂല, നന്ദി ആകുമ്പോഴൊക്കെ നമ്മൾ പോരും ചെയ്യും. പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവെ നമ്മൾ കേൾക്കലില്ല. രാവിലെ ചന്ദ്രിക കണ്ടിട്ട് എടുത്ത റഹ്മാനായ റബ്ബെ CH ചൂണ്ടിക്കാട്ടി, സേട്ടു സാഹിബ് വരച്ചു കാട്ടി. ഇവരെ കൊരക്കലും വിരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു അത് ഇവര് അനുവദിക്കൂല. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാർ വന്ന ശേഷം 78 SYSന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട്. അപ്പൊ മൂപ്പര് പറഞ്ഞു, അധ്യക്ഷനാരാ? അധ്യക്ഷൻ കണ്ണിയത്ത്. ഉദ്ഘാടനാരാ? ഉദ്ഘാടനം EK അബൂബക്കർ മുസ്ലിയാരും. അത് ശരി. അപ്പൊ മറ്റവർക്ക് ഓർക്ക് മാത്രമല്ല, എല്ലാവരും വന്നോട്ടെ. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ, എല്ലാവരും വന്നു പോയിക്കോട്ടെ, ഓരോ സൗകര്യം പോലെ വന്നു പോയിക്കോട്ടെ. അതിനൊരു സെമിനാറോ സിമ്പോസിയോ വെക്കുക, എല്ലാവരും വന്നോട്ടെ. ഒരു പാർട്ടിന് മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മത്സര പറയണ്ട. പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ട്, നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകരുത്. ആരോട്? കണ്ണീയത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് CHന്റെ പ്രസംഗമൊക്കെ ഇപ്പൊ ഇങ്ങനെ മേശമരം കണ്ട് കവുന്ന് കിടക്കല. എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ, നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകാൻ പാടില്ലോ. അതൊക്കെ സാധുക്കള് എന്നാ കൈതി ആണ്ടാന്നുള്ള കേറ്റങ്ങള് അവരുടെ അറിയി പോലും ചെയ്യും. ഇവരാക്കി അയച്ചതാണ്. അപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി. ശരിയാ. എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത്? ഇത് സമസ്ത, അത് മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ്. SYS മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ്. ഈ സംഘടനയിലൊക്കെ അവര് മതപണ്ഡിതന്മാർ കാര്യം പറയട്ടെ, എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാരും സഹായം വേണം, എല്ലാരും വന്നോട്ടെ, ഒരു പാർട്ടിക്കാരെ മാത്രം ആക്കണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടത്തെ പ്രാസംഗികം പറഞ്ഞൊരു പ്രധാന വിഷയം എന്താ?